ഒരിക്കൽ കൃഷ്ണദേവരായരുടെ രാജസദസ്സിലെ ഒരു മന്ത്രി രാജാവിനെ കാണാൻ വന്നു. എന്താ മന്ത്രി? രാജൻ, വിന്ധ്യാചല പർവ്വതത്തിൽ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച രൂപങ്കി എന്ന മുനിവര്യൻ ശിവക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചുവട്ടിൽ തപസ്സിരിക്കുന്നുണ്ട്. അപാര ശക്തിയുള്ള ആ മഹർഷിയെ അങ്ങ് ദർശിച്ചാലും എല്ലാ ദുഃഖങ്ങളും അകലും രാജൻ. അതെയോ? നാളെ തന്നെ ചെന്ന് കാണാം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. തെനാലി രാമനെയും വിവരം അറിയിക്കൂ. ആജ്ഞ പോലെ രാജൻ. പിറ്റേന്ന് കൃഷ്ണദേവരായർ പതിവ് പോലെ തന്റെ പരിവാരങ്ങളോടൊപ്പം ആ മഹാനെ കാണാൻ ചെന്നു. ക്ഷേത്ര പരിസരത്തുള്ള ആൽമര ചുവട്ടിൽ നീണ്ട താടി, ജടാമുടി, കയ്യിൽ കമണ്ഡലം, മറ്റൊരു കയ്യിൽ ജപമാല എന്നിവയുമായി ആ മുനിവര്യൻ ഗംഭീരമായി തപസ്സിരിക്കുകയായിരുന്നു. രാജാവ് അദ്ദേഹത്തെ പ്രണമിച്ചു. മുനിവര്യൻ രാജാവിനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, രാജൻ, സൂക്ഷിക്കണം. അങ്ങയുടെ പിന്നാലെ ഒരു ശത്രു വരുന്നുണ്ട്. അയാൾ അങ്ങയെ കൊല്ലാൻ ശ്രമിക്കും. എന്താണ് പറയുന്നത് സ്വാമി? ഭയപ്പെടേണ്ട രാജൻ. അങ്ങയ്ക്ക് അങ്ങയുടെ ശത്രുവിനെ കാണണമെന്നുണ്ടോ? സ്വാമി. ഈ കറുത്ത പെട്ടി കണ്ടോ? വർഷങ്ങളായുള്ള തപസ് കൊണ്ടാണിത് നാം ഉണ്ടാക്കിയെടുത്തത്. ഇത് തുറന്നു നോക്കിയാൽ അങ്ങയുടെ ശത്രുവിന്റെ മുഖം ഇതിൽ കാണാം. തന്നാലും സ്വാമി, ഇപ്പോൾ തന്നെ ഇത് തുറന്നു നോക്കാം. പക്ഷേ ഒരു നിബന്ധന. ആദ്യം ആ പെട്ടിയുടെ ഉള്ളിലുള്ള ഭസ്മമെടുത്ത് അങ്ങയുടെ നെറ്റിയിൽ തൊട്ടുകൊള്ളൂ. എന്നാൽ മാത്രമേ ശത്രുവിനെ അങ്ങയ്ക്ക് ദൃശ്യമാവുകയുള്ളൂ. രാജൻ, അല്പം ക്ഷമിക്കൂ. അങ്ങ് ഈ പെട്ടി തുറക്കുന്നതിന് മുമ്പ് എന്റെ പക്കലുള്ള ഈ ചെറിയ പെട്ടി ഈ മഹാൻ തുറന്നു നോക്കട്ടെ. അപ്പോഴേ താൻ ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവൂ. മുനിവര്യ, പെട്ടി തുറന്നു നോക്കിയ ഉടനെ താങ്കളുടെ മുഖത്ത് എന്താണ് ഇങ്ങനൊരു മാറ്റം? ഇദ്ദേഹം മുനിവര്യനല്ല രാജൻ, ചതിയനാണ്. ഇദ്ദേഹം തന്നത് മാന്ത്രിക പെട്ടിയുമല്ല, അതിലുള്ളത് ഭസ്മവുമല്ല. അതൊരു വിഷപ്പൊടിയാണ്. അങ്ങത് നെറ്റിയിൽ തൊട്ടിരുന്നെങ്കിൽ അങ്ങയുടെ ജീവൻ പോയിട്ടുണ്ടാകും. രാജൻ, എന്നോട് ക്ഷമിച്ചാലും ഞാൻ അയൽ രാജ്യത്തിന്റെ ചാരനാണ്. ആ രാജാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് ഞാൻ വന്നത്. ഇയാളെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കൂ. തെനാലി, താങ്കൾക്കല്ലാതെ മറ്റാർക്കാണ് നമ്മയും ഈ രാജ്യത്തെയും രക്ഷിക്കാനാവുക? ഒരു ചെറിയ സംശയം. ആ ചതിയന്റെ കൈവശം കൊടുത്ത പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? നിന്നോടൊപ്പം വന്നവർ മുൻപേ തന്നെ തടവിലാക്കപ്പെട്ടു കഴിഞ്ഞു എന്നെഴുതിയ സന്ദേശം. എന്താ കൂട്ടുകാരെ, നമുക്ക് ചുറ്റും നല്ലവരും ഉണ്ടാവും, ദുഷ്ടന്മാരും ഉണ്ടാവും. ഓരോരുത്തരോടും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ പെരുമാറണം. എന്താ, മനസ്സിലായോ? ഒരു മാളികയുടെ സമീപത്തെത്തിയപ്പോൾ ആ മാളികയിൽ ദീപാലങ്കാരം ചെയ്തിരിക്കുന്നത് കണ്ട് അവിടെ നിന്നു. രാജൻ, ഈ മാളിക നമ്മുടെ അരമനയിലെ രത്നവ്യാപാരിയുടേതാണ്.
ഇതിന് പാരിതോഷികം നൽകാമെന്നാണ് എന്റെ അഭിപ്രായം. രാജൻ, എനിക്ക് പരിചയമുള്ള ഒരിടത്ത് ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത് 1000 ദീപങ്ങൾക്ക് സമമാണ്. അങ്ങ്